ഗുഡ് മോർണിംഗ് യൂറോപ്പ്. ആനന്ദ ന്യൂസിലേക്ക് സ്വാഗതം. യുകെയിൽ കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ ശ്രമിക്കുന്ന ഇന്ത്യക്കാരുടെ ശ്രദ്ധയ്ക്ക്. ഇത്തരത്തിൽ പിടിയിലാകുന്നവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ ഉടൻ തന്നെ നാടുകടത്തും. ശിക്ഷയ്ക്കെതിരെ അപ്പീൽ നൽകാനുള്ള അവകാശം ഇവർക്കുണ്ടാകില്ല. യുകെ സർക്കാരിന്റെ നാടുകടത്തൽ പദ്ധതിയായ ആദ്യം നാടുകടത്തുക, പിന്നീട് അപ്പീൽ നൽകുക പദ്ധതിയിൽ ഇന്ത്യ അടക്കം 15 രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തി വിപുലീകരിച്ചു. ഇതോടെ ശിക്ഷയ്ക്ക് അപ്പീൽ നൽകാൻ അവസരം ലഭിക്കുന്നതിന് മുൻപ് 15 രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ കുറ്റവാളികൾ കൂടി നാടുകടത്തൽ നേരിടും. ഇംഗ്ലണ്ടിലും വെയിൽസിലും 2023 പുനരാരംഭിച്ച പദ്ധതി ഇന്ത്യ, ബൾഗേറിയ, ഓസ്ട്രേലിയ, കാനഡ എന്നിവ ഉൾപ്പെടെ 23 രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ലേബർ സർക്കാരിന്റെ തീരുമാനം. യുകെയിൽ പ്രായമായ ഡ്രൈവർമാർക്ക് നിർബന്ധിത നേത്ര പരിശോധന നടത്തുവാനും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനുള്ള പരിധി കുറയ്ക്കുവാനും തീരുമാനമെടുക്കാനൊരുങ്ങി സർക്കാർ. ഇതുവഴി റോഡ് അപകട മരണങ്ങളുടെ എണ്ണം കുറയ്ക്കാനാണ് സർക്കാർ ശ്രമം. യുകെയിലെ റോഡ് സുരക്ഷാ നിയമങ്ങൾ ഒരു പ്രധാന പരിഷ്കരണത്തിന്റെ ഭാഗമായി ഇൻഷുറൻസ് ഇല്ലാത്ത ഡ്രൈവർമാർക്കും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവർക്കും കർശനമായ ശിക്ഷകൾ നൽകുന്നതിനെക്കുറിച്ച് നടപടികളും സർക്കാർ പരിഗണനയിലുണ്ട്. ബ്രിട്ടനിലെ റോഡുകളിൽ കൊല്ലപ്പെടുന്നവരുടെയോ ഗുരുതരമായി പരിക്കേൽക്കുന്നവരുടെയും എണ്ണം വർദ്ധിക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലാണ് റോഡ് സുരക്ഷാ തന്ത്രത്തിന്റെ ഭാഗമായി ഈ നിർദ്ദേശങ്ങൾ വരുമെന്ന സൂചനകൾ. കഴിഞ്ഞ വർഷം യുകെയിലുടനീളം ഗതാഗത അപകടങ്ങൾ 1633 പേർ കൊല്ലപ്പെടുകയും ഏകദേശം 28,000 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ചെറുപ്പക്കാരായ തൊഴിലന്വേഷകർക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടച്ച് ഇംഗ്ലണ്ട്. ബ്രിട്ടനിൽ സർക്കാർ സ്വകാര്യ മേഖലയിൽ ഒരുപോലെ പുതിയ റിക്രൂട്ട്മെന്റിൽ കനത്ത ഇടിവെന്നും സർവേ റിപ്പോർട്ടുകൾ. വർദ്ധിച്ചു വരുന്ന തൊഴിൽ ചെലവുകളും വരാനിരിക്കുന്ന ബഡ്ജറ്റിലെ സാമ്പത്തിക വീക്ഷണത്തെക്കുറിച്ചുള്ള ആശങ്കകളും കാരണം ബ്രിട്ടനിലെ ബിസിനസ്സുകൾക്കിടയിൽ നിയമന ലക്ഷ്യങ്ങൾ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. റിക്രൂട്ട്മെന്റിലെ ഇടിവ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് തൊഴിലന്വേഷകരായ യുവാക്കളെയാണ്. തിങ്കളാഴ്ച പുറത്തിറക്കിയ 3 വ്യത്യസ്ത സർവേകൾ നിയമന പ്രവർത്തനം, ശമ്പളം, ബിസിനസ് ആത്മവിശ്വാസം എന്നിവയെക്കുറിച്ച് കടുത്ത ആശങ്കയാണ് ഉയർത്തുന്നത്. ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ ആൻഡ് ഡെവലപ്മെന്റ് സർവേ പ്രകാരം ഏപ്രിൽ പ്രാബല്യത്തിൽ വന്ന തൊഴിലുടമയെ ദേശീയ ഇൻഷുറൻസ് വർധനവും മറ്റും വർദ്ധിച്ചു വരുന്ന ചെലവുകളും കാരണം സ്വകാര്യ മേഖലയിലെ തൊഴിലുടമകൾ 57% പേർ മാത്രമേ അടുത്ത 3 മാസത്തിനുള്ളിൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതിയിടുന്നുള്ളൂ. 2024 ശരത്കാലത്തിൽ ഇത് 65%. KPMGയും റിക്രൂട്ട്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് കോൺഫെഡറേഷൻ RECയും പുറത്തിറക്കിയ മറ്റൊരു റിപ്പോർട്ട് പ്രകാരം യുകെയിലുടനീളമുള്ള സ്ഥിരം താൽക്കാലിക ജോലികൾക്കായുള്ള റിക്രൂട്ട്മെന്റ് ജൂലൈയിൽ കുത്തനെ കുറഞ്ഞു എന്നാണ്. ഏപ്രിലിന് ശേഷമുള്ള ഒഴിവുകൾ കുത്തനെയുള്ള കുറവ് റിപ്പോർട്ട് കാണിക്കുന്നു. ശമ്പള വളർച്ചയെ ഇത് ബാധിച്ചു. പ്രാരംഭ ശമ്പളം ഏകദേശം 4.5 വർഷത്തിനിടയിൽ ഏറ്റവും ദുർബലമായ നിരക്കിലെത്തി. എഞ്ചിനീയറിംഗ് ഒഴികെയുള്ള 10 തൊഴിൽ വിഭാഗങ്ങളിലും സ്ഥിരം ജീവനക്കാരുടെ ആവശ്യം കുറഞ്ഞതായി പറയപ്പെടുന്നു. റീറ്റെയിൽ മേഖലയിലാണ് ഏറ്റവും കുറവ് റിക്രൂട്ട്മെന്റ്. അതേസമയം നിർമ്മാണ മേഖലയിലാണ് ഏറ്റവും കുറവ് ഇടിവ് സംഭവിച്ചത്. അടുത്ത മാസം നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഓസ്ട്രേലിയൻ സർക്കാർ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് സ്ഥിരീകരിച്ചു. മധ്യപൂർവ്വദേശത്തെ അക്രമങ്ങൾ, ഗാസയിലെ സംഘർഷം, കടപ്പാടുകൾ, പട്ടിണി എന്നിവ അവസാനിപ്പിക്കുന്നതിനും ഏറ്റവും മികച്ച പ്രതീക്ഷ പലസ്തീൻ, ഇസ്രായേൽ എന്ന ദ്വിരാഷ്ട്ര പരിഹാരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയിൽ വർദ്ധിച്ചു വരുന്ന എതിർപ്പ് നേരിടുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് പരിഗണിച്ചതിന് ഓസ്ട്രേലിയയും യൂറോപ്യൻ രാജ്യങ്ങളെയും ലജ്ജാകരം എന്ന മുദ്രകുത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ സ്ഥിരീകരണം. തെക്കൻ പോർച്ചുഗൽ അവധിക്കാലം ആഘോഷിക്കുന്നതിനിടെയുണ്ടായ വാഹനാപകടത്തിൽ യുകെയിലെ നോർഫോക്കയിൽ തെഡ്ഫോർഡിലെ താമസക്കാരായ ഒരു കുടുംബത്തിലെ 4 പേരടക്കം 6 യാത്രക്കാർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക അധികാരികൾ സ്ഥിരീകരിച്ചു. അലൻഡോജോ മേഖലയിലെ കാസ്ട്രോ വെർഡേക്ക് സമീപമുള്ള IP2 മോട്ടോർവേയിൽ ശനിയാഴ്ച കാർ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ച് 55-കാരനായ ഡൊമിംഗോസ് സെറാനോയോ ഭാര്യ മരിയയും 20 വയസ്സുള്ള ഇരട്ട ആൺമക്കളായ അഫോൺസോയും ഡൊമിംഗോസും ആണ് കൊല്ലപ്പെട്ടത്. ടെഡ്ഫോർഡ് ടൗൺ ഫുട്ബോൾ ക്ലബിലെ അണ്ടർ 18 ടീം അംഗങ്ങളാണ് ഇരട്ടകൾ. ഇരട്ടകളിൽ ഒരാളുടെ കാമുകയായിരുന്ന 19 വയസ്സുകാരിയും മറ്റൊരു കാറിന്റെ ഡ്രൈവറും അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഫാരോയിൽ നിന്നും പോർച്ചുഗലിന്റെ തെക്കുകിഴക്കൻ ഭാഗത്തുള്ള മൗറോവയിൽ പോവുകയായിരുന്നു കുടുംബം. മൗറോവോ പ്രദേശത്ത് നിന്നുള്ള കുടുംബം ടെഡ്ഫോർഡിലാണ് താമസിച്ചിരുന്നത്. അവർ ബ്രിട്ടീഷ് പൗരന്മാരല്ലെന്നും റിപ്പോർട്ടുണ്ട്. മൗറോ മുനിസിപ്പാലിറ്റി 2 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. അയർലൻഡിൽ ഇന്ത്യക്കാർക്കെതിരെ വംശീയ ആക്രമണങ്ങൾ പതിവായതോടെ സമാശ്വാസ നടപടികളുമായി പോലീസ്. ഇന്ത്യൻ സംഘടനകളുടെ കൂട്ടായ്മയായ FICIയുമായി ചർച്ച നടത്തി അയർലൻഡ് പോലീസിലെ ഡൈവേഴ്സിറ്റി യൂണിറ്റി ശക്തമായ നടപടികൾ ഉറപ്പു നൽകി. ഗ്രേറ്റ് ബ്രിട്ടനിലെ ശരാശരി സ്വകാര്യ വാടക 5 വർഷത്തിനിടെ ആദ്യമായി കുറഞ്ഞു.
കുറഞ്ഞ മോർട്ടഗേജ് നിരക്കുകൾ വാടക മേഖലയുടെ മത്സരം കുറയ്ക്കാൻ സഹായിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ജൂലൈയിൽ പുതുതായി വാടകയ്ക്ക് നൽകിയ വസ്തുവിന്റെ ശരാശരി വാടക വർഷം തോറും 0.2% കുറഞ്ഞു. കോവിഡ് പാൻഡമിക്കിന്റെ പിടിയിലായി 2020 ഓഗസ്റ്റിന് ശേഷം ആദ്യത്തെ വാർഷിക ഇടിവാണിത്. ലണ്ടനിലെ നഴ്സുമാർക്കും അധ്യാപകർക്കും അവർ ജോലി ചെയ്യുന്ന പ്രദേശങ്ങളിലെ കോസ്റ്റ് റെന്റ് ഡെവലപ്മെന്റുകൾ കുറഞ്ഞ വാടകയിൽ വീടുകൾ ഉറപ്പാക്കാൻ പദ്ധതി അന്തിമഘട്ടത്തിൽ. ശരത്കാലത്ത് പുതിയ സ്കീം തുടങ്ങാനാകുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. പുതിയ സ്കീമിന് ആവശ്യമായ നിയമപരവും നയപരവുമായ ചട്ടക്കൂടുകൾ ഭവന വകുപ്പ് വികസിപ്പിച്ചു വരികയാണ്. സർക്കാരിന്റെ പുതിയ പദ്ധതി അടുത്ത ടേമിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് കരുതുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ഹെലൻ മക്സ്ട്രിഡ് സ്ഥിരീകരിച്ചു ഇക്കാര്യം. ഈ വർഷം ജനുവരിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി നോർമ ഫോളി മുന്നോട്ട് വെച്ച ആശയമാണ് പ്രാവർത്തികമാകുന്നത്. പ്രാദേശിക നിരക്കുകളേക്കാൾ ഏതാണ്ട് 25% താഴെയുള്ള വാടകയുടെ ദീർഘകാല കാലാവധിയിൽ വീടുകൾ ലഭ്യമാക്കാനാണ് പദ്ധതി. ഈ സ്കീമിൽ മൾട്ടിപ്പിൾ ഒക്കുപേഷൻസിക്കും വ്യവസ്ഥയുണ്ടാകും. സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും ഒരുമിച്ച് കോസ്റ്റ് റെന്റൽ ഹോമുകൾ ആക്സസ് ചെയ്യാനാകും. അനധികൃത കുടിയേറ്റക്കാരെ തടയുമെന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ നടപ്പാക്കിയ 1 in 1 out പദ്ധതി വെള്ളത്തിലെ വരയായി മാറുന്നു. ഫ്രഞ്ച് തീരത്ത് നിന്നും അനധികൃത കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ട് ചെറുബോട്ടുകൾ യാതൊരു എതിർപ്പും നേരിടാതെ അനുസ്യൂതം ഒഴുകിയെത്തുന്നു എന്ന് റിപ്പോർട്ടുകൾ. ഓസ്ട്രേലിയയിൽ ഒരു അതിവേഗ റെയിൽ ജെറ്റ് ട്രെയിനിൽ പുറത്തു പറ്റിപ്പിടിച്ച് യാത്ര ചെയ്തയാളെ രക്ഷപ്പെടുത്തി. വിയറ്റ്നാമിന് പടിഞ്ഞാറുള്ള സെന്റ് പോയറ്റിനിൽ വെച്ച് ഒരു യാത്രക്കാരൻ ട്രെയിനിലെ 2 കാരേജുകൾക്കിടയിൽ നിന്നും യാത്ര ചെയ്യുന്നതായി യാത്രക്കാർ അധികൃതരെ അറിയിക്കുകയായിരുന്നു. ഇതോടെ അടിയന്തരമായി ട്രെയിൻ നിർത്തിവെച്ചു ഇയാളെ രക്ഷിച്ചതായി സംസ്ഥാന റെയിൽവേ അറിയിച്ചു. മണിക്കൂറിൽ 230 കിലോമീറ്റർ പരമാവധി വേഗതയുള്ള ട്രെയിനിലായിരുന്നു സംഭവം. ഓസ്ട്രിയൻ റെയിൽവേ വക്താവ് ഹെർബർട്ട് ഹോപ്പർ പറഞ്ഞു, ഇയാൾ ട്രെയിനിൽ യാത്ര ചെയ്യവേ സിഗരറ്റ് വലിക്കാനായി നിർത്തിയിട്ട സ്റ്റേഷനിൽ ഇറങ്ങിയതായിരുന്നു. ഇതിനിടയ്ക്ക് ട്രെയിൻ യാത്ര തുറന്നപ്പോൾ 2 കാരേജുകൾക്കിടയിൽ ചാടിക്കയറുകയായിരുന്നെന്നും സംഭവം നിരുത്തരവാദപരമാണ് എന്നും ഹോപ്പർ വ്യക്തമാക്കി. സ്വിറ്റ്സർലൻഡിലെ സൂറച്ചിൽ നിന്നും ഓസ്ട്രിയൻ തലസ്ഥാനമായ വിയറ്റ്നാമിലേക്ക് പോവുകയായിരുന്നു റെയിൽ ജെറ്റ് ട്രെയിൻ. ബ്രിട്ടനിൽ വൈക്കം സ്വദേശിയായ മലയാളി യുവാവിന് റോഡ് അപകടത്തിൽ ദാരുണാന്ത്യം. മിഡിൽ ബയോറയിൽ താമസിക്കുന്ന വൈക്കത്ത് നിന്നുള്ള സെബാസ്റ്റ്യൻ ദേവസ്യ ലിസി ജോസഫ് ദമ്പതികളുടെ മകൻ ആൽവിൻ സെബാസ്റ്റ്യനാണ് വെള്ളിയാഴ്ച രാത്രി യോർക്ക്ഷയറിലെ A1 മോട്ടോർവേയിൽ ഉണ്ടായ അപകടത്തിൽ മരിച്ചത്. സംസ്കാരം പിന്നീട്. സഹോദരങ്ങൾ അലീന സെബാസ്റ്റ്യൻ, അലക്സ് സെബാസ്റ്റ്യൻ. മോർണിംഗ് ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച